ഗൈസ്, ഇറ്റ്സ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജനുവരി 1 തൊട്ട് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ കുളിക്കണം എന്നുള്ളത്. കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആവും, നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. അത് മാത്രമല്ല നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. നമുക്ക് മറ്റേ ഒരുമാതിരി മെനക്കെട്ട രീതിയിലായിരിക്കും, നമുക്കൊരു ഉഷാറ് കാണത്തില്ല, എപ്പോഴും ഒരുമാതിരി കിറങ്ങിയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഉച്ചയ്ക്കത്തെ വൈകിട്ടത്തെയൊക്കെ കുളി മാറ്റിയിട്ട് രാവിലെ തന്നെ ഡെയിലി കുളിക്കണം. ഞാൻ രാവിലെ ചില ദിവസം കുളിക്കാറുണ്ട്, ചില ദിവസമൊക്കെ ഉച്ചയാവും, വൈകിട്ടാവും, പിന്നെ സന്ധ്യയാവും, രാത്രി, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുളി പോകുന്നത്. എങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഞാനാണ്. പക്ഷെ എന്താ, ഇന്ന് കറണ്ട് ഇല്ല. അപ്പോൾ ആ കറണ്ട് പോയതിന് ശേഷമാണ് അണ്ണൻ പറയുന്നത്, ഇന്നലെ മെസ്സേജ് വന്നായിരുന്നു വാട്സപ്പിലൊക്കെ, ഇന്ന് കറണ്ട് പോകും, ഇനി പിന്നെ 5 മണി 6 മണി കഴിഞ്ഞിട്ട് കറണ്ടിനെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നെന്ന് പോയതിന് ശേഷമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുളിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ വെള്ളമില്ല, മോട്ടർ അമ്മ രാവിലെ അടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെള്ളം എന്തോ ഉള്ളൂ. നമ്മുടെ ഒരു പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെള്ളം നമ്മൾ ഭയങ്കര ഇതായിട്ട് സൂക്ഷ്മമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അമ്മയ്ക്കും അണ്ണനും കൂടി പുറത്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം. അതുകൊണ്ട് എൻ്റെ അടുത്താണ് പറഞ്ഞത് ചോറ് വെക്കണം, ചീനി വരട്ടണം, പിന്നെ നമ്മൾ ന്യൂ ഇയറിന് വാങ്ങിച്ച ചിക്കൻ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അപ്പോൾ അതെടുത്ത് കറി വെക്കണം. എനിക്ക് ചിക്കൻ കറി വെക്കാൻ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ചോറ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച സവാള ഞാൻ എടുത്തുനിന്ന് വെയിൽ കൊള്ളിക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇരിപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം സവാള അഡപടലം ചീഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കം നല്ലതാണ്. എന്താ ആകാശങ്കേ, ഈ ആകാശങ്കേ നിനക്ക് തൈറോയിഡുണ്ടോ ആകാശങ്കേ? ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പൊളിച്ച് വെക്കുകയാണ്. അമ്മയുടെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അണ്ണനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പപ്പ ഉണ്ടെങ്കിലും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാനാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ഒന്നിനും ഒരു മനസ്സില്ല. ഞാൻ ആകെപ്പാടെ അമ്മ ടാറ്റൊക്കെ നിന്നിട്ട് കേട്ടോ, ഞാൻ ആകെപ്പാടെ മൂടി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് എനിക്ക് ഭയങ്കര സങ്കടം, എനിക്കങ്ങ് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് കാരണം എന്നുള്ള സംഭവം എനിക്കിതുവരെ അറിയത്തില്ല. അതിനി ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ വിങ്ങി പൊട്ടിയിരിക്കുക, ഇപ്പോൾ കരയും എന്നുള്ള രീതിയിൽ എനിക്ക് പോലും അറിയാത്ത എന്തോ ഒരു സങ്കടം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ സങ്കടമൊക്കെ കടിച്ചമർത്തിയാണ് ഞാൻ ഇന്ന് വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഐസ് ഒന്ന് കട്ടിയായിട്ടൊക്കെ ഇരിക്കുക ഫ്രീസറിൽ ഇരുന്നതുകൊണ്ട്. അപ്പോൾ ഇതിനെ ഇട്ടുന്നതിന് കുറേ വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി മെനയാക്കി വൃത്തിയാക്കി എടുക്കണം. പിന്നെ റേഡിയോ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ റേഡിയോ ഇരിപ്പുണ്ട്. ഞാൻ റേഡിയോയിൽ കുറച്ച് പാട്ടൊക്കെ കേട്ട് FM ഒക്കെ കേട്ടുകൊണ്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ചാർജ് തീർന്ന് കുത്തിനെ പിന്നെ കറണ്ടും ഇല്ലായിരുന്നു, ഒരു മണ്ണാങ്കട്ടയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് മാറ്റി അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ സവാളയൊക്കെ ഇട്ട് വാട്ടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. എനിക്ക് ഒന്നിനും ഒരു ഉഷാറില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ചിക്കൻ വെക്കുമ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന്. മസാല ഒന്നും ഇട്ടിട്ടില്ല, മുളക് പൊടി മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ ചുമ്മാ ചിക്കൻ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ടുള്ളൂ. ഇത് ഞാൻ വീഡിയോ എടുത്ത സമയത്തായിരിക്കും അമ്മ അറിയുന്നത്. അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ചിക്കൻ കറി വെച്ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെച്ചത്. ഞാനിരുന്ന് ഞെരിപിരി കൊള്ളുകയാണ്. ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ട് അമ്മ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്തൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും വെച്ചില്ല. പിന്നെ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുകയാണ്. എപ്പോഴും നമ്മളിങ്ങനെ അമ്മ വെക്കുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇടാമെന്ന് വെച്ചു കേട്ടോ, കുറച്ച് മല്ലിയില എടുത്ത്. അന്നേരമാണ് പപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ചീനി വെച്ചില്ലല്ലോ എന്ന്. അപ്പം മനസ്സോടുകൂടി ഞാൻ ഓരോ ചീനി കഷ്ണങ്ങൾ എടുത്ത്, ചീനി മീൻസ് കപ്പാണ് കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ചീനി എന്നാണ് ഇതിനെ കൂടുതലും പറയുന്നത്. അതുകൊണ്ടാട്ടോ ചീനി ഇങ്ങനെ വായി വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സോടെ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം, അങ്ങനെ ദേഷ്യം എന്നൊരു ഒരുമാതിരി സിമ്പതിയോ എന്തോ ഒരുമാതിരി സങ്കടം, എനിക്കറിയാൻ വയ്യ. ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചീനിയൊക്കെ കട്ട് ചെയ്ത് അതൊന്ന് വേവാനായിട്ട് വെച്ച് ഉപ്പും മാത്രം ഇട്ടിട്ടാണ് വെച്ചത് കേട്ടോ. പിന്നെ അതിന് ബാക്കി മഞ്ഞപ്പൊടിയൊക്കെ ആക്കി തേങ്ങയൊക്കെ പിന്നെ വെക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലിട്ടോട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടോർച്ച് വെച്ചിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന്, ഉച്ചയൊക്കെ തിരിഞ്ഞ് അവർ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അവർ വന്നപ്പം കുറച്ച് ചെടിച്ചട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ പറക്കിയെടുത്ത് അടുക്കിയൊക്കെ വെച്ചു. നല്ല അടിപൊളി ഭംഗിയുള്ള പോട്ടാണ് കേട്ടോ, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന പോട്ടാണ്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വിശേഷങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.